Hi friends, welcome back to our channel. I am Ranju from YK Sound Academy. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം നമുക്ക് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് വീട്ടിലിരുന്ന് കരോക്കെ പാടാം, എങ്ങനെയാണ് നമ്മുടെ വോയിസ് നല്ല പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്യാം. കാരണം എനിക്കറിയാം കുറേ ആൾക്കാർ പാടുന്നവരുണ്ട്, കുറേ കഴിവുള്ള സിംഗേഴ്സ് ഉണ്ട്. അവരുടെ വോയിസ് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് പ്രൊഫഷണലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ, അതിന് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ്, അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ആ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ എന്ന് പറയുന്നത് സൂമിൻ്റെ H2N ആണ്. ഇത് നമ്മളിപ്പോൾ ഒരു USB മൈക്രോഫോണായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ USB മൈക്രോഫോൺ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് കാർഡോ അല്ലെങ്കിൽ വേറെ മൈക്കാണെങ്കിൽ അതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഈ റെക്കോർഡിങ്, നിങ്ങളുടെ ഈ വോയിസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി വേറൊരു സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു പോപ്പ് ഫിൽറ്ററാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് ഏകദേശം 200 to 500 റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നുള്ളൂ. ഇത് നിങ്ങളുടെ മൈക്ക് സ്റ്റാൻഡിൽ തന്നെ കണക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ പാടുമ്പോൾ നിങ്ങളുടെ പെർ സൗണ്ടും പിന്നെ ഈ സൗണ്ടും പെർ സൗണ്ടും കൂടി കട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത് ചെവിയിൽ ഇങ്ങനെ അടിക്കും. അപ്പോൾ ആ ഒരു സൗണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഈ പോപ്പ് ഫിൽറ്റർ. അപ്പോൾ ഇത് മേടിക്കുക, കുറച്ച് നിങ്ങളുടെ വോയിസ് കുറച്ച് ക്ലിയർ ആവും. നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Audacity ആണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇത് നമുക്ക് ഒട്ടും ടൈം കളയണം, നേരെ ആ സോഫ്റ്റ്വെയറിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി സോഫ്റ്റ്വെയറിൽ കാണാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇനി കാണാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന്. അതിനു വേണ്ടി നമുക്ക് Audacity തുറക്കാം. Audacity. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ ഇവിടെ നമുക്ക് ഇൻപുട്ട് മാറ്റണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ H2N ആണ് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് H2 ഇൻപുട്ട് മാറ്റി H2N ആക്കി. ഇപ്പോൾ നിങ്ങൾ സൗണ്ട് കാർഡ് അല്ലെങ്കിൽ ഓഡിയോ ഇൻ്റർഫേസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ ഓഡിയോ നിങ്ങൾ എന്തൊക്കെയാണോ കണക്ട് ചെയ്തേക്കുന്നത് അതെല്ലാം ഇവിടെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ USB മൈക്രോഫോൺ ആണെങ്കിൽ ആ USB മൈക്രോഫോണിൻ്റെ പേര് ഇവിടെ കാണിക്കും, അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ H2N കണക്ട് ചെയ്തേക്കുന്നത് H2N. അതുപോലെ ഔട്ട്പുട്ട് നിങ്ങളിപ്പോൾ ഹെഡ്ഫോൺസ് ആണ്. ഇപ്പോൾ നമ്മുടെ ഹെഡ്ഫോൺസ് നിങ്ങൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ബിൽറ്റ് ഇൻ ഔട്ട്പുട്ട് സെലക്ട് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾ ഓഡിയോ ഇൻ്റർഫേസിനാണ് ഔട്ട് എടുക്കണമെങ്കിൽ ഓഡിയോ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഓഡിയോ ഇൻ്റർഫേസിനാണ് ഔട്ട് എടുക്കണം. അപ്പോൾ ഞാൻ Scarlett 2i2 സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് കരോക്കെ ട്രാക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഫയലിൽ പോവാം, ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ. അപ്പോൾ ഇനി അത് ചോദിക്കും എവിടെയാണ് ആ ട്രാക്ക്. അപ്പോൾ നമുക്ക് ആ ട്രാക്ക് സെലക്ട് ചെയ്ത് നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു ട്രാക്ക് എടുക്കാം. സെലക്ട് ചെയ്തു, കണ്ടോ, ലോഡ് ചെയ്തു, ആ ട്രാക്ക് ലോഡായി. ഇനി നിങ്ങൾക്ക് പാടാൻ വേണ്ടി ഒരു ട്രാക്ക് വേണം. അതിന് നമ്മൾ ട്രാക്സിൽ പോവും, ആഡ് ന്യൂ. വോയിസൊക്കെ എപ്പോഴും നമ്മൾ മോണോ ആയിട്ട് എടുക്കാം, അതുകൊണ്ട് മോണോ ട്രാക്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് ഇവിടെ വന്നു. ഇനി ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക, റെക്കോർഡിംഗ് ഓപ്ഷൻ ഇവിടെ ചെയ്ത് ജസ്റ്റ് പ്രസ് റെക്കോർഡിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഫോൺസിൽ ആ ഒരു ട്രാക്ക് കേൾക്കും. അതുപോലെ നിങ്ങൾക്ക് കണ്ടോ, ഹെഡ്ഫോൺസിൽ നിങ്ങൾക്ക് ഈ ട്രാക്ക് കേൾക്കും, അതിന് മുകളിൽ നിങ്ങൾക്ക് പാടാം. അപ്പം നിങ്ങളുടെ വോയിസ് അടിയിൽ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും ഈ ട്രാക്കിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തി വയ്ക്കുന്നു. അപ്പോൾ ഇത്ര റെക്കോർഡായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് എഫക്റ്റ് ഇടണം. അപ്പോൾ ഈ ഒരു ട്രാക്ക് സെലക്ട് ചെയ്തിട്ട് എഫക്ട്സിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് എഫക്ട്സ് വേണമെങ്കിൽ ഇടാം. ഈക്വലൈസറോ കംപ്രസറോ അല്ലെങ്കിൽ ആംപ്ലിഫയർ എന്ത് വേണമെങ്കിൽ, ഇപ്പോൾ എക്കോ ഇടണം, റിവേർബ് ഇടണം, അതൊക്കെ നിങ്ങൾക്ക് ഇതിലിടാൻ പറ്റും. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഏതാണ് ഷൂട്ടിംഗ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിടാം. മനസ്സിലായി? ഇപ്പോൾ ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പോകുന്നില്ല. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഏതാ അവിടെ വെച്ച് നിർത്താം. എന്നിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിച്ചോ, അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഔട്ട് എടുക്കാൻ വേണ്ടി ഫയലിൽ പോവാം. എക്സ്പോർട്ട് ഉണ്ടോ, എക്സ്പോർട്ട് ആസ് MP3 വേണം. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റാണ് വേണ്ടത്, MP3 ആണോ, വേവ് ആണോ, അതോ OGG ആണോ. അപ്പോൾ നമുക്ക് MP3 എടുക്കാം. MP3യിൽ ക്ലിക്ക് ചെയ്തു, കേട്ടോ. ഇതിനെ എന്ത് പേരിലാണ് ഔട്ട് എടുക്കേണ്ടത് അത് കാണിക്കും, എവിടെയാണ് ഡോക്യുമെൻറ്റ്, അത് ബാക്കിയെല്ലാം നിങ്ങൾ നോർമലായിട്ട് ക്വാളിറ്റി എല്ലാം നോർമലായിട്ട് ഇടാം. എന്നിട്ട് സേവ് അടിച്ച് കഴിഞ്ഞാൽ അതിനെ ഔട്ട് എടുക്കും. ഓക്കെ, ഇതുണ്ട്, യുവർ ട്രാക്സ് വിൽ മിക്സ് ഡൗൺ ആൻഡ് എക്സ്പോർട്ട് ആസ് വൺ സ്റ്റീരിയോ ഫയൽ. എന്ന് വെച്ചാൽ ഇത് എത്ര ട്രാക്സ് ഇതിനകത്തുണ്ടോ അതെല്ലാം കൂടി മിക്സ് ആയിട്ട് ഒറ്റ ട്രാക്കായിട്ട് മാറും. അപ്പോൾ അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പേരും അതൊക്കെ ആഡ് ചെയ്യാം. കണ്ടോ, എക്സ്പോർട്ട് ആയി തുടങ്ങി. ഇനി അതിനെ ഫുൾ എത്ര ട്രാക്സ് ഉണ്ടോ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒറ്റ ട്രാക്കാക്കി നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ഇത് ചെയ്തിടും. ഇത്രയേ ഉള്ളൂ ഈ സോഫ്റ്റ്വെയറിനകത്തുള്ള പണി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ കരോക്കെ റെക്കോർഡിംഗ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിലിരുന്ന് സ്വന്തം വോയിസും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. അതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പ്രൊഫഷണലായിട്ട് സൗണ്ട് മിക്സിങ് റെക്കോർഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക്
നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, YK സൗണ്ട് അക്കാഡമി. 1 month നമ്മൾ ഇൻറ്റൻസീവ് കോഴ്സ് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഷെയർ ചെയ്യണം. പാട്ട് പാടാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യണം. അതുപോലെ താഴെ കാണുന്ന ഒരു ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾ മിസ് ചെയ്യാതിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.